നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സ് ചെയ്താൽ വിദേശ രാജ്യങ്ങളിൽ ജോലി സാധ്യത എത്രത്തോളം ഉണ്ട്? നമുക്കറിയാം, ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഗ്രാജുവേഷൻ കോഴ്സുകൾ ഇൻ്റഗ്രേറ്റഡ് BPED BPS ആണ് ഗ്രാജുവേഷൻ കോഴ്സുകളായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതിനുശേഷം നമുക്ക് MBES MBED ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കോഴ്സ് ചെയ്തതിന് ശേഷം വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അവിടെ അങ്ങനെയുള്ള ജോലി സാധ്യത ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സിൻ്റെ ഈ കോഴ്സ് BPED BPS കഴിഞ്ഞതിന് ശേഷം ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ, ഫിറ്റ്നസ് സെൻറ്ററുകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ, അതും വിദേശത്തുള്ള ഫിറ്റ്നസ് സെൻറ്ററുകളിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഓരോരുത്തർ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറച്ച് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചാനലിൽ തന്നെയുള്ള മറ്റ് വീഡിയോസിൻ്റെ കമൻറ്റിലും ഈ സെയിം ഡൗട്ട് ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ആ ഒരു സാധ്യത എത്രത്തോളമാണ്, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ എത്രത്തോളം സാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട്, എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. എന്നേക്കാൾ അറിവുള്ള, എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് കായികാധ്യാപകരും ഈ മേഖലയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അത് പ്രയോജനപ്പെട്ടേക്കാം. ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതലും ജോബ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് UAE-യിലാണ്. അത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഒരുപാട് ജോലി സാധ്യത കണ്ടിട്ടുള്ളത്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൻ്റെ, അതായത് നമ്മുടെ ഇന്ത്യൻ സ്കൂളുകളൊക്കെ ഉണ്ട് അവിടെ വിദേശത്ത്. ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യൻ സ്കൂളുകളുണ്ട്, ഒത്തിരി സ്കൂളുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്കൂളുകളിലേക്കെല്ലാം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വിളിക്കുന്നത് കണ്ടു. എല്ലാ വർഷവും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടത്താറുണ്ട്. നടത്തിയ വേക്കൻസി അനുസരിച്ച് റിക്രൂട്ട്മെൻറ്റ് നടത്തി ആളെടുക്കാറുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത്, MBED എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്ത് ഈ പറഞ്ഞ ഒരു ഗൾഫ് രാജ്യത്ത് ഒരു സ്കൂളിൽ അവൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ കുറേ പേരുണ്ട്, എനിക്കറിയാവുന്ന കുറേ പേര് ഈ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ ഈ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനൊരു സാധ്യത ഉറപ്പായിട്ടും ഉണ്ട്. അതൊക്കെ നമ്മുടെ ഈ പറയുന്നത് ജോലി എങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പെർഫോമൻസ് പോലെ, നമ്മുടെ കഴിവ് പോലെയൊക്കെ ഇരിക്കും. അത് ഇൻ്റർവ്യൂ നടത്തി ആയിട്ടൊക്കെ ആയിരിക്കും സ്കൂളുകളിലൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് കോഴ്സ് കഴിഞ്ഞ് എല്ലാവർക്കും ജോലി കിട്ടും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഒരു പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ജോലി അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് മാലദ്വീപിലേക്കൊക്കെ എല്ലാ വർഷവും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. അവരുടെ ഗവൺമെൻറ്, അവരുടെ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള പോസ്റ്റാണ് ആ ജോലി എന്ന് പറയുന്നത്. എല്ലാ ടീച്ചിങ് ജോബിനും ഉണ്ട്, എല്ലാ സബ്ജക്റ്റിനും വിളിക്കാറുണ്ട്. ഇപ്പം ഈ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തും മാലദ്വീപിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ വർഷവും മാലദ്വീപിൽ എനിക്കൊന്നൊരു 70,000 മുതൽ 85,000 രൂപ വരെ ആ ഒരു റേഞ്ചിലാണ് സാലറി പാക്കേജ് അവർ പറയുന്നത്. മാലദ്വീപിലേക്കുള്ള എല്ലാ സബ്ജക്റ്റിനും ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല. ഈ പറഞ്ഞ ഈ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ളതും അതുപോലെ തന്നെ മാലദ്വീപിലേക്കുള്ള എല്ലാ സബ്ജക്റ്റിനും തന്നെ ഉണ്ട്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മാത്രമെന്നല്ല പറഞ്ഞത്. അപ്പം ഇപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ളത് സത്യം ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. ഇങ്ങനൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിൻ്റെ ഒരു വേക്കൻസി വിളിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പം എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, യൂറോപ്യൻ രാജ്യത്ത് എത്രത്തോളം സാധ്യത ഉണ്ട് എന്ന് എനിക്കറിയാൻ വയ്യ. അപ്പം അത് എനിക്കൊന്ന് ഫിറ്റ്നസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ജോബ് ഓപ്പർച്യൂണിറ്റി ഇച്ചുകൂടി ഉണ്ടായേക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അതിന് ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സ് ചെയ്യണമെന്നില്ല. അവർക്ക് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ഒട്ടനവധി സർട്ടിഫിക്കറ്റ് കോഴ്സുകളും ഡിപ്ലോമ കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതിന് ആ ഫിറ്റ്നസ് മേഖലയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 വർഷമോ 5 വർഷമോ ഒക്കെ എടുത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഇതാണ് ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചതിന് ശേഷം വിദേശ രാജ്യങ്ങളിൽ ജോലി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള എൻ്റെ അറിവ്. അപ്പോൾ നമുക്ക് പറഞ്ഞു വരുന്ന കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഗൾഫ് രാജ്യങ്ങളോട്ട് മാലദ്വീപിലോട്ടൊക്കെ ഉള്ള വേക്കൻസികൾ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് എല്ലാ വർഷവും വരാറുണ്ട്. നമുക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് നമുക്കവിടെ ജോലി കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അല്ല അത്തരത്തിലുള്ള കണ്ടൻറ്റുകളാണ് കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ നിലവിൽ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് മേഖലയോട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലാണെങ്കിൽ, എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിനുള്ള ആൻസറുകൾ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.